കരൂർ ദുരന്തത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ മദ്രാസ് ഹൈക്കോടതി വിധിക്കെതിരെ ടി.വി.കെ സുപ്രീം കോടതിയിലേക്ക്. ബുസുയ്, ആനന്ദ്, നിർമ്മൽ കുമാർ എന്നിവരാണ് ഹർജി സമർപ്പിക്കുന്നത്. കേസുമായി ബന്ധപ്പെട്ട് മുഴുവൻ വിഷയങ്ങളും ഹൈക്കോടതി കേട്ടില്ലെന്നാണ് ആരോപണം. ഇതിനിടെ വിജയുടെ വാഹനം തട്ടി ബൈക്ക് യാത്രികൻ അപകടത്തിൽപ്പെട്ട സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അജയ് സുധാ ബിജു കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. അജയ്, അങ്ങനെ ടി.വി.കെ സുപ്രീം കോടതിയിലേക്ക് അല്ലേ? അതെ ആര്യ, ഈ ഹൈക്കോടതിയിൽ നിന്ന് കനത്ത തിരിച്ചടിയാണ് ടി.വി.കെക്ക് ലഭിച്ചത്. തീർച്ചയായിട്ടും വിമർശനം ഉണ്ടാകുമെന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും വളരെ കടുത്ത ഭാഷയിലുള്ള വിമർശനങ്ങളും അതുപോലെ തന്നെ ടി.വി.കെ നേതാക്കൾക്കെതിരെ കേസുമായി മുന്നോട്ട് പോകണം എന്ന് ഹൈക്കോടതി പറയുകയും ചെയ്തിരുന്നു. ഇതുവരെ കേസെടുത്തിട്ടില്ലാത്ത വിജയ്ക്കെതിരെയും കേസെടുക്കണം എന്നുള്ള ആവശ്യമാണ് ഉന്നയിച്ചത്. അതുപോലെ തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച് ഈ വിജയുടെ കാരവാൻ ഉൾപ്പെടെ പിടിച്ചെടുക്കണമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ സർക്കാർ ഇപ്പോൾ അത്ര വേഗതയിൽ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടില്ല. നിലവിൽ അവർ മുൻപത്തെ നിലപാടിന് സമാനമായി തന്നെ പതിയെ രാഷ്ട്രീയ സാഹചര്യങ്ങളാണെങ്കിലും മറ്റുള്ള ഇപ്പോൾ ചുറ്റുപാടുകളാണെങ്കിലും നോക്കിയിട്ട് വളരെ ജാഗ്രതയോടെയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഇതുവരെ ഈ വിജയുടെ കാരവാൻ ഉൾപ്പെടെ ഏറ്റെടുത്തിട്ടില്ല. അതിനിടെയാണ് ഈ ഹൈക്കോടതി തങ്ങളുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിൽ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ബുസി ആനന്ദും പിന്നെ അതുപോലെ തന്നെ ഈ ജോയിന്റ് ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള നിർമ്മൽ കുമാറും ഇപ്പോൾ നിലവിൽ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുള്ളത്. ഹൈക്കോടതി ഇരുവരുടെയും മുൻകൂർ ജാമ്യാപേക്ഷ റദ്ദാക്കിയ സാഹചര്യത്തിലാണ് സുപ്രീം കോടതിയെ ഇരുവരും സമീപിച്ചിരിക്കുന്നത്. ഹൈക്കോടതി ഇരുവരുടെയും ജാമ്യം റദ്ദാക്കിയിട്ട് ഈ ജാമ്യം നിലവിൽ നൽകാനാകില്ല എന്ന് പറയുകയായിരുന്നു. ഇരുവരും ഒളിവിൽ തന്നെ തുടരുകയാണ്. പോലീസ് ഇരുവർക്കും വേണ്ടിയിട്ട് തിരിച്ച് കേന്ദ്രീകരിച്ചൊക്കെ അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ തമിഴ്നാടിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്കും അവർ പോയിരിക്കാം എന്നുള്ള നിഗമനത്തിലാണ് പോലീസ്. ഇരുവരും ഇപ്പോൾ നിലവിൽ പിടിയിലായിട്ടില്ല. ഇരുവരുടെ അഭാവത്തിൽ പാർട്ടിയിലെ മുൻനിര പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പുതിയ അംഗങ്ങളെ നിയോഗിച്ചിരിക്കുകയാണ്. വിജയ് കരൂരിൽ സന്ദർശനം നടത്താൻ വേണ്ടിയിട്ടുള്ള ആലോചന ഉൾപ്പെടെ അതിൻ്റെ മറ്റു കാര്യങ്ങൾ ഉൾപ്പെടെ നടത്താൻ വേണ്ടിയിട്ട് മറ്റ് പ്രവർത്തകരെയാണ് ഈ സ്ഥാനങ്ങളിലേക്ക് ഉൾപ്പെടെ നിയോഗിച്ചത്. അതുപോലെ തന്നെ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് വിജയുടെ കാരവാൻ തട്ടി ഒരു ബൈക്ക് യാത്രികൻ അപകടത്തിൽപ്പെട്ടിരുന്നു. ഇതിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പ്രചരിച്ചിരുന്നതാണ്. എന്നാൽ ഇതിന് മറ്റ് തക്ക നടപടികളൊന്നും തന്നെ സർക്കാർ സ്വീകരിച്ചിരുന്നില്ല. ഈ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ച് വലിയ ആക്ഷേപം വിജയ്ക്കെതിരെയും ഉൾപ്പെടെ ഉണ്ടായിരുന്നു. എന്നാലിപ്പോൾ ഈ കാരവാൻ തട്ടിയതിനെതിരെ ഇപ്പോൾ നിലവിൽ കേസെടുത്തിരിക്കുകയാണ്. വിജയ് നാമക്കലിലുള്ള പ്രകടനം കഴിഞ്ഞ് കരൂരിലേക്ക് വരുന്നതിനിടെയാണ് ഈ ഒരു ആക്സിഡന്റ് നടക്കുന്നത്. തവിട്ടുപാളയം ചെക്ക് പോസ്റ്റിന് സമീപത്ത് വെച്ചായിരുന്നു ഇത്തരത്തിൽ ഒരു ബൈക്ക് യാത്രികൻ ഇങ്ങനെ തട്ടി വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതിൻ്റെ പേരിൽ ഈ വിജയുടെ കാരവാൻ ഡ്രൈവർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അപകടകരമായിട്ട് വാഹനം ഓടിച്ചതിന് ഈ ബൈക്ക് യാത്രികനായിട്ടുള്ള ചന്ദ്രുവിനെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. വിജയെ കാണാൻ വേണ്ടിയിട്ട് ഈ കാരവാനെ ഓവർടേക്ക് ചെയ്ത് വളരെ വേഗതയിൽ വരികയായിരുന്നു. അതിനിടയിലാണ് ഈ അപകടം സംഭവിച്ചത്. വേലായുധം പാളയം പോലീസാണ് നിലവിൽ ഈ കേസ് എടുത്തിട്ടുള്ളത്. എന്തായാലും തമിഴ്നാട് സർക്കാർ ഈ ഹൈക്കോടതി ശക്തമായിട്ടുള്ള നടപടികൾ എടുക്കണമെന്ന് പറയുമ്പോഴും തമിഴ്നാട് സർക്കാർ ജാഗ്രതയോടെ ഇക്കാര്യത്തിൽ ടി.വി.കെക്ക് മറ്റൊരു പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജ് ഉണ്ടാകാതിരിക്കാൻ വളരെ ജാഗ്രതയോടെയാണ് തമിഴ്നാട് സർക്കാർ നിലവിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആര്യ, അജയ് സുധാ ബിജു ആണ് വിശദാംശങ്ങളുമായി ചേർന്നത്.